പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. നാലാമത്തെ യൂണിറ്റിലെ നാഷണലിസം എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഹൗ ഡിഡ് ദി ജർമ്മൻ നേഷൻ ഡിഫർ ഫ്രം ദ ഫ്രഞ്ച് നേഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മെമ്പർഷിപ്പ്? മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ജർമ്മൻ നേഷൻ ഫ്രഞ്ച് നേഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ആൻസർ ഈ ഒരു ക്ലാസിന്റെ അവസാനം നമുക്ക് പരിശോധിക്കാം. എന്താണ് നാഷണലിസം? Nationalism refers to the self-definition and self-consciousness of a people as a unified entity. ഒരു യൂണിഫൈഡ് എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, അവരുടെ ഒരു സെൽഫ് ഡെഫിനിഷൻ ആണ് നാഷണലിസം. അതായത് ഒരു ഐക്യമുള്ള ഒരു കൂട്ടമായിട്ട് ജനങ്ങൾക്ക് സ്വയം തോന്നുകയാണ്. ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധിപ്പിച്ച് ജനങ്ങൾ തങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതാണ് നാഷണലിസവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു എത്നിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് തങ്ങളെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരേ രീതിയിലുള്ള ലക്ഷ്യമുള്ള ഒരു കൂട്ടം ആളുകളാണ് തങ്ങളെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു നാഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉയർന്നു വരുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജനങ്ങളുടെ ഒരു സോളിഡാരിറ്റിയുടെ ആ ഒരു എക്സ്പ്രഷൻ മാത്രം മതിയാവില്ല, മറിച്ച് മറ്റുള്ള ആളുകൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക കൂടി വേണം. എന്നാലേ അത് ആ ഒരു നാഷണലിസത്തിന്റെ ഒരു പൂർണ്ണത കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം, ഈ ഒരു സോളിഡാരിറ്റി, അത് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആയിരിക്കും നടപ്പിലാവുന്നത്. ചില സമയത്ത് അത് എത്നിക് റൂട്ട്സ് ഉള്ളത് കൊണ്ടാവാം, അതല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസയറിൽ നിന്ന് ഉയർന്നു വന്നതാക്കാം ഈ ഒരു നാഷണലിസം. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. എന്നാലും ഈ സ്കോളേഴ്സ് ഒക്കെ യുനാനിമസ്ലി അഗ്രി ചെയ്ത നാഷണലിസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ നാഷണലിസ്റ്റ് ഐഡിയോളജിയിലും ആ ഒരു നാഷൻ എന്ന് കരുതപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യും, ഒരു ഐക്യം അവർക്കിടയിൽ ഉണ്ടാവും. മറ്റൊന്ന്, an ഐഡിയ ഓഫ് ദ ഹോൾ, ആ ഒരു നേഷൻ എന്നുള്ള ഒരു ഐഡിയ, അത്തരത്തിലുള്ള ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി അവർക്കിടയിൽ ഉണ്ടാവും, ഐക്യമുണ്ടാവും, തങ്ങളൊരു കളക്റ്റീവ് എൻറ്റിറ്റി ആണെന്നുള്ള ഒരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ടാവും. ഇനിയൊരു നാഷനിലുള്ള ആ ഒരു മെമ്പർഷിപ്പിന്റെ ആ ഒരു നേച്ചർ, അതിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ആളുകൾക്ക് ഉണ്ടാവും. മാത്രവുമല്ല, ആ ഒരു മെമ്പർഷിപ്പ് എങ്ങനെയാണ് മറ്റു നേഷൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചും അവർ ബോധവാന്മാരായിരിക്കും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സെൽഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ സ്വയം തന്നെ സെൽഫ് ഡിഫൈൻഡ് ആണ്, അവർക്ക് അവരെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയാം, അവരൊരു നേഷന്റെ ഭാഗമാണ്. അങ്ങനെ വളരെ യുണീക്ക് ആയിട്ടുള്ള ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് അവരെ ഐക്യപ്പെടുത്തുന്ന ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരിൽ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, അത് മറ്റു നാഷൻസിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഡെഫിനിഷൻ ഈ ഒരു നാഷണലിസത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി, സോഷ്യൽ സോളിഡാരിറ്റി, കളക്റ്റീവ് ഐഡന്റിറ്റി, ഇതൊക്കെ ഈ ഒരു നാഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ജനങ്ങൾക്ക് ആ ഒരു നാഷനിലാണ് തങ്ങളെന്ന് വിശ്വസിക്കാൻ സഹായിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എങ്ങനെയാണ് ഈ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ഉയർന്നു വന്നത്, എങ്ങനെ അത് തുടങ്ങി, ഇങ്ങനെയുള്ള ആ ഒരു നേച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ ഒരു നാഷണലിസത്തെ പറ്റിയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നാഷണലിസത്തെ പറ്റിയിട്ടും അതിന്റെ വേരിയസ് ഫോമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ബെനഡിക്ട് ആൻഡേഴ്സന്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്. എല്ലാ കമ്മ്യൂണിറ്റീസും ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് ആണെന്നായിരുന്നു ആൻഡേഴ്സൺ പ്രപ്പോസ് ചെയ്തിരുന്നത്. നാഷൻസ് ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യേണ്ടത് അത് ഫാൾസ് ആണോ എന്ന്, അല്ലെങ്കിൽ ജെന്യൂൻ ആണോ എന്നൊക്കെ പരിശോധിച്ചിട്ടല്ല, അതല്ലെങ്കിൽ അത്തരത്തിലൊരു ഫാൾസ് ഓർ ജെന്യൂൻ എന്നുള്ളൊരു ബേസിലല്ല ഇവരെ കമ്പയർ ചെയ്യേണ്ടത്, ബട്ട് ബൈ ദ സ്റ്റൈൽ ഓർ മാനർ ഇൻ വിച്ച് ദേ ആർ ഇമാജിൻഡ്. എങ്ങനെ അവർ സ്വയം ആ ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്യുന്നു, എങ്ങനെ അത് നടക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് ബെനഡിക്ട് ആൻഡേഴ്സൺ പറയുന്നു. ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള നാഷൻസ്
ഇങ്ങനെയുള്ള ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ഇമാജിൻ ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ആ ഒരു ആശയം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഈ നാഷൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് അല്ല, മറിച്ച് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് ഇമാജിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ ഇമാജിൻ എന്ന് പറയുമ്പോൾ ആ ഒരു നാഷന്റെ മെമ്പേഴ്സ് മറ്റ് എല്ലാ മെമ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, അവരറിയുന്ന പോലുമില്ല. പക്ഷെ എന്നാലും ഇവർ ഈ ഒരു ലാർജർ അല്ലെങ്കിൽ ഷെയർഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് സ്വയം വിശ്വസിക്കുന്നു. അങ്ങനെ അവർ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് തങ്ങളെന്ന്, തങ്ങൾക്ക് ആ ഒരു ഷെയർഡ് ഐഡന്റിറ്റി ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്ത് അങ്ങനെ വിശ്വസിക്കുന്നു. നാഷൻ എന്ന കോൺസെപ്റ്റ് ഇൻവെന്റ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റിയും ബിലോങ്ങിങ്ങും പോസിബിൾ ആവൂ എന്നും ആൻഡേഴ്സൺ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതായത് നാഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ സിംബൽസ്, ഷെയർഡ് നാരറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നാഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് ആ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി, ആ ഒരു സോളിഡാരിറ്റിയുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അതല്ലാതെ ഈ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻസിന്റെ ബേസിസിലോ ഒന്നുമല്ല, മറിച്ച് ലാംഗ്വേജ്, ഹിസ്റ്ററി, റിലീജിയൻ, മറ്റു ഷെയർഡ് കൾച്ചറൽ പ്രാക്ടീസസ്, ഇത്തരത്തിലുള്ള കൾച്ചറൽ ആൻഡ് സിംബോളിക് റെപ്രസെന്റേഷൻസിലൂടെ ഇമാജിൻ ചെയ്യപ്പെട്ട അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു നാഷൻ. ഈ ഒരു ആശയം വ്യക്തമാക്കുന്നതിനിടയിൽ ആൻഡേഴ്സൺ ഈ ഒരു പ്രിന്റ് മീഡിയയുടെ ആ ഒരു സ്വാധീനമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ന്യൂസ് പേപ്പേഴ്സ്, നോവൽസ്, മറ്റ് പ്രിന്റഡ് മെറ്റീരിയൽസ്, ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഷെയർഡ് കൾച്ചറൽ റെഫറൻസസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു സെൻസ് ഓഫ് ഷെയർഡ് ഐഡന്റിറ്റി അവിടെ രൂപപ്പെടുകയാണ്. എങ്ങനെയാണ് നാഷണലിസവും നാഷണൽ ഐഡന്റിറ്റീസും ഒക്കെ ലോകത്ത് എമേർജ് ചെയ്തതും സ്പ്രെഡ് ചെയ്തതും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൻഡേഴ്സന്റെ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഇൻഡിവിജ്വലിന്റെ സെൽഫ് ഡെഫിനിഷനെ ഷേപ്പ് ചെയ്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫോഴ്സസ് തന്നെയാണ് നാഷണലിസം. പക്ഷേ ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അതൊരു കോംപ്ലക്സ് ഫിനോമിനൻ ആയിരുന്നു. കാരണം അത് ഒരേപോലെ ആയിരുന്നില്ല, യൂണിഫോമിറ്റി അതിന് ലാക്ക് ചെയ്തിരുന്നു. കാരണം ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് പല നേഷൻസിന്റെയും വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് അവരുടെ ആ ഒരു നാഷണലിസം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റിക്കും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഒരു നാഷൻ എന്നുള്ള അവരുടെ ഒരു ആശയമുണ്ടല്ലോ, അത് എന്തെങ്കിലും ബേസിസിലായിരിക്കും. ആ ഒരു കോൺസെപ്ച്വലൈസേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അവരുടെ അനുഭവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, അവരുടെ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാരണം ആ ഒരു കോൺസെപ്റ്റിലും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് ഓരോ രാജ്യത്തിന്റെ യുണീക്ക് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറൊക്കെ അനുസരിച്ച് പല രീതിയിലുള്ള നാഷണലിസം ഉണ്ടാവും. അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നാഷണലിസത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആന്റണി സ്മിത്ത് നാഷണലിസത്തെ ഡിഫൈൻ ചെയ്യുന്നത് an ideological movement for the attainment and maintenance of self-government and independence on behalf of a group, some of whose members conceive it to constitute an actual or potential nation like others. നാഷണലിസം ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആണ്. എന്തിനു വേണ്ടി? സെൽഫ് ഗവൺമെന്റ്, അവർക്ക് സ്വയം ഭരണം അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം, അത് അറ്റൈൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ഇത് ജനറലി അല്ല, ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ആവശ്യം ഉയർന്നു വരുന്നത്. മാത്രവുമല്ല, എന്താണ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത? അതിലുള്ള ചില മെമ്പേഴ്സ് തങ്ങളൊരു നേഷൻ ആണെന്ന് ഓൾറെഡി വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആന്റണി സ്മിത്ത് നാഷണലിസത്തെ ഡിഫൈൻ ചെയ്തിരുന്നത്. മോഡേൺ നാഷണലിസത്തെ ഫോം ചെയ്യുന്ന 3 കീ നോഷൻസിനെ സ്മിത്ത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 3 നോഷൻസ്? ഐഡിയാസ് ഓഫ് കളക്ടിവിസം, പ്ലൂറലിസം, മോഡേൺ ഐഡിയൽ ഓഫ് ഇൻഡിപെൻഡൻസ്. ഡോക്ട്രിൻ ഓഫ് ഓട്ടോണമി ഓഫ് ദി ഇൻഡിവിജ്വലിനെ ഇമാനുവൽ കാന്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു കളക്റ്റീവ് ഫോമിനെ റൂസോയൊക്കെ ആയിട്ടാണ് ചേർത്ത് പറയാറുള്ളത്. ഇങ്ങനെ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ഇൻഡിവിജ്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
മറ്റുള്ള എക്സ്റ്റേണൽ ഇന്റർഫറൻസിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള നിയമം ഉണ്ടാക്കാനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. മാത്രവുമല്ല ഇതൊക്കെ ഈ ഒരു നാഷന്റെ ആവശ്യത്തിനും ആ ഒരു ക്യാരക്ടറിനും അനുസരിച്ചിട്ടായിരിക്കണം. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഡിറ്റർമിനിങ് ആണ്. കാരണം അതിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതിനൊരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അവർക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു നിയമങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആ ഒരു ഗ്രൂപ്പാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. ആ ഒരു നാഷനാണ് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതല്ലാതെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പ്സോ നാഷൻസോ ഒന്നും അവരുടെ കാര്യത്തിൽ ഇടപെടാനോ അവരുടെ കാര്യത്തിൽ ഡിസിഷൻസ് എടുക്കാനോ പാടില്ല. നാഷൻ എന്ന കോൺസെപ്റ്റിന്റെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഏർലിയർ യൂസേജസിൽ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന നാഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഏൻഷ്യൻ റോമിൽ ലാറ്റിൻ വേർഡായ നേഷ്യോ എന്നതിന് ഗ്രൂപ്പ് ഓഫ് ഔട്ട്സൈഡേഴ്സ് എന്നാണ് അർത്ഥം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോമിൽ ഫോറിനേഴ്സ് ആയി ജീവിക്കുകയും അതുപോലെ റോമൻ സിറ്റിസൺഷിപ്പിന് അർഹരല്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചാണ്. അതിനോടൊപ്പം തന്നെ അവിടെ റോമിലൊക്കെ ഏൻഷ്യൻ റോമിൽ ഈ ഒരു നാഷൻ ഒരു അപകീർത്തികരമായിട്ടുള്ള ഒരു അർത്ഥമായിരുന്നു ഉണ്ടായിരുന്നത്. റോമൻ എന്ന സ്റ്റാറ്റസിന് താഴെയായിരുന്നു നാഷൻ എന്ന ആ ഒരു പൊസിഷൻ. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഫോറിനേഴ്സ് എന്ന ആ ഒരു രീതിയിൽ നാഷനെ മനസ്സിലാക്കുന്നത് മിഡീവൽ യൂണിവേഴ്സിറ്റീസിലുള്ള സ്റ്റുഡൻസിന്റെ മേലും അപ്ലൈ ചെയ്തിരുന്നു. അവരെയും ഈ ഒരു രീതിയിൽ കണ്ടിരുന്നു. കാരണം വിദ്യാർത്ഥികൾ അധികവും അതല്ലെങ്കിൽ ചില വിദ്യാർത്ഥികളൊക്കെ ആ ഒരു യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകളായിരിക്കില്ല. പക്ഷെ ഇവിടെയൊക്കെ ഈ ഒരു നാഷൻ എന്ന ടേം വളരെ ടെമ്പററി ആയിരുന്നു. കാരണം വിദ്യാർത്ഥി ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാഷൻ എന്ന ആ ഒരു ഐഡന്റിറ്റിയും അവിടെ അവസാനിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഓഫ് ഒപ്പീനിയൻ എന്നതിന്റെ അടിസ്ഥാനത്തിലും നാഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു രീതിയിലുള്ള ഒപ്പീനിയൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അവരെ നാഷനായിട്ട് കാണുക. മധ്യകാല സഭാ കൗൺസിൽസിനെ ഈ ഒരു രീതിയിൽ കണ്ടിരുന്നു. പിന്നീട് കൾച്ചറൽ എലീറ്റ് അതുപോലെ പൊളിറ്റിക്കൽ എലീറ്റ് ഇവരെയൊക്കെ റെഫർ ചെയ്യാനും നാഷൻസ് എന്ന ടേം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കുറച്ചുകൂടി ഒരു ഹോണറിഫിക് ആയിരുന്നു. മുമ്പുണ്ടായതുപോലെ അപകീർത്തിപരമായിട്ടുള്ള ഒരു ടേം ആയിരുന്നില്ല. പക്ഷെ എന്നാലും അതൊക്കെ ടെമ്പററി ആയിരുന്നു. അതായത് ഒരു കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള വ്യക്തികളെ മാത്രം ലിമിറ്റഡ് ആയിട്ടായിരുന്നു ഈ ഒരു നാഷൻ എന്ന ടേം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് 16th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിലെ ജനതയെ ഉദ്ദേശിച്ചിട്ട് അവരുടെ ആ ജനത അല്ലെങ്കിൽ പീപ്പിൾ എന്നുള്ള ആ ഒരു ടേമിനെ അർത്ഥമാക്കാനാണ് നാഷൻ എന്ന ടേം ഉപയോഗിക്കുന്നത്. അവിടെ അതിനൊരു മോഡേൺ പൊളിറ്റിക്കൽ മീനിങ് ഉണ്ടായിരുന്നു. സോവറിൻ പീപ്പിൾ എന്ന ആ ഒരു കോൺസെപ്റ്റിനെയായിരുന്നു നാഷൻ കൊണ്ട് റെഫർ ചെയ്തത്. ഇവിടെയാണ് ഈ ഒരു മോഡേൺ അർത്ഥത്തിലുള്ള നാഷൻ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത്. സോവറിൻ പീപ്പിൾ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓഫ് ഈക്വൽസ്, ഇത് ഈ ഒരു നാഷൻഹുഡ് എന്ന ആ ഒരു കോൺസെപ്റ്റിനെ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആക്കി മാറ്റി. അതായത് ആളുകൾക്ക് വളരെ അംഗീകരിക്കാൻ പറ്റുന്ന അവരാഗ്രഹിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഈ ഒരു നാഷൻ എന്ന ടേമിന് കൈവന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വളരെ വേഗത്തിൽ എല്ലാ സ്ഥലത്തും വ്യാപിക്കുകയുണ്ടായി. അതിനൊരു യൂണിവേഴ്സാലിറ്റി എന്നുള്ള ആ ഒരു ഫീച്ചർ കൂടി ലഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് ഈ ഒരു നാഷൻ എന്ന ടേമിന്റെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിലുള്ള മാറ്റം കൊണ്ട് പീപ്പിൾ എന്ന ആ ഒരു ടേമിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിരുന്നു. മുമ്പ് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് പല രീതിയിലായിരുന്നു റെഫർ ചെയ്യാറ്. മാസസ് എന്ന് ആളുകൾ വിചാരിക്കും, അതല്ലെങ്കിൽ ലോവർ ക്ലാസ്, അങ്ങനെയുള്ള ടേംസ് ആയിരുന്നു ആളുകൾ ഈ ഒരു പീപ്പിൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. മറിച്ച് നാഷൻ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് എലീറ്റ്സിനെ ആയിരുന്നു റെഫർ ചെയ്തത്. അങ്ങനെ നാഷൻ എന്നത് ഉയർന്ന ആളുകൾ എലീറ്റ്സിനെയും പീപ്പിൾ എന്ന് പറയുന്നത് ലോവർ ക്ലാസ്, ഇങ്ങനെ ഒരു വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു നാഷൻ എന്നത് പീപ്പിൾ എന്ന ആ ഒരു ടേമിനെ റെഫർ ചെയ്തപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി. ലോവർ ക്ലാസ്സിനൊക്കെ അത് വളരെ ഇമ്മൻസ് പ്രസ്റ്റീജ് ആയിരുന്നു നൽകിയിരുന്നത്. മാത്രവുമല്ല ഒരു പൊളിറ്റിക്കൽ സോളിഡാരിറ്റി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനും സാധിച്ചു. പിന്നീട് ആളുകൾ ഇംഗ്ലീഷ് ജനത എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ എല്ലാ ജനങ്ങളെയുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അല്ലെങ്കിൽ ഫ്രഞ്ച് ജനത, ജർമ്മൻ ജനത എന്ന് പറയുമ്പോൾ ആ ഒരു സൊസൈറ്റിയിലുള്ള ലോവർ ക്ലാസ്സോ എലീറ്റ് ക്ലാസ് ആരും ആയിക്കോട്ടെ എല്ലാവരെയും ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്.
ഇതൊരു സോഷ്യൽ സ്ട്രക്ചറിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നാഷൻ എന്ന് ഡിഫൈൻ ചെയ്ത ആ ഒരു കമ്മ്യൂണിറ്റി എല്ലാ ക്ലാസ്സുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. മാത്രവുമല്ല, ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഈക്വൽസ് ആയിട്ട് സോവറിൻ എന്നുള്ള രീതിയിൽ അവർ ഇമാജിൻ ചെയ്യുകയാണ്. ഇനി എങ്ങനെയായിരുന്നു ഈ ഒരു മോഡേൺ മീനിങ് ഓഫ് നാഷൻ? ഇവിടെ നാഷൻ എന്ന ടേമിന് മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു നാഷൻ എന്ന കോൺസെപ്റ്റ് എല്ലാ സ്ഥലത്തും വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു നാഷനെ മറ്റൊരു നാഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നതിൽ കൂടുതൽ ഊന്നൽ നൽകാൻ ആളുകൾ ശ്രമിച്ചു. തങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എത്നിക് ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഭാഷയാണ്, വേറെ കൾച്ചറൽ അഫിനിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ നേഷൻ മറ്റൊരു നാഷനിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആളുകൾ തെളിയിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോവറിൻ പീപ്പിൾ എന്ന ആ ഒരു ടേമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എ യുണീക്ക് സോവറിൻ പീപ്പിൾ എന്ന ആ ഒരു രീതിയിലേക്ക് നാഷന്റെ മീനിങ് മാറുകയാണ്. ഇവിടെ സോവറിൻ പീപ്പിളിന്റെ ആ യുണീക്നെസ്സിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള എത്നിക് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു നാഷൻ ഉണ്ടാവും. ഇങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ട് ഇവോൾവ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് നാഷണലിസം. ഒരു നാഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇവിടെ 10 ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തേത് ബൗണ്ടറീസ് ഓഫ് ടെറിട്ടറി. ഒരു നാഷന് ഒരു നിശ്ചിത ഏരിയ, ഒരു ടെറിട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിർത്തിയും അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പല നാഷൻ എന്ന് വിളിക്കുന്ന ആളുകൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയിൽ താമസിക്കാത്തവരുമുണ്ട്. മറിച്ച് പല രാജ്യത്തിൽ സ്പ്രെഡായി നിലനിൽക്കുന്ന കുർദുകളെ പോലെയുള്ള അത്തരം നാഷനായിട്ട് അവർ സ്വയം വിചാരിക്കുന്ന ആളുകൾ നിലവിലുണ്ട്. മറ്റൊന്ന് ഇൻഡിവിസിബിലിറ്റിയാണ്. ഈ ഒരു നാഷന് ഇന്റഗ്രൽ ആയിട്ടുള്ള യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന ആ ഒരു നോഷനാണ്. സോവറിറ്റി ആണ് തേർഡ് ഫീച്ചർ. അതുമല്ലെങ്കിൽ സോവറിറ്റി ഇല്ലെങ്കിലും ആ ഒരു സോവറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, ആ ഒരു ആസ്പിറേഷൻ, അങ്ങനെ മറ്റു നാഷൻസുമായിട്ടുള്ള ഒരു ഈക്വൽ സ്റ്റാറ്റസ്. യൂഷ്വലി അതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അടുത്ത ഫീച്ചർ അസെൻഡിങ് നോഷൻ ഓഫ് ലെജിറ്റിമസി. അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിനൊരു ജനങ്ങളുടെ ഒരു പിന്തുണയുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ടഡ് ബൈ പോപ്പുലർ വിൽ. ഇത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഈ ഒരു നാഷൻ സെർവ് ചെയ്യണം. ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ കളക്റ്റീവ് അഫയേഴ്സ്. നാഷണൽ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ കൂട്ടായി ചില കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഉദാഹരണത്തിന്, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ ഒരു നാഷനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും മുന്നോട്ട് ഇറങ്ങുക. അതല്ലെങ്കിൽ ആ ഒരു നാഷനിലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്ന രീതിയിൽ വോട്ടിങ്ങിലൂടെയോ മറ്റോ എല്ലാ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ കളക്റ്റീവ് അഫയേഴ്സ് ആണ് നാഷന്റെ മറ്റൊരു ഫീച്ചർ. സിക്സ്ത് വണ് ഡയറക്റ്റ് മെമ്പർഷിപ്പ്. നാഷന്റെ ഭാഗമായിട്ടുള്ള ഓരോ വ്യക്തിയെയും ഓരോ ഇൻഡിവിജ്വലിനെയും ആ ഒരു നാഷന്റെ ഭാഗമായിട്ട് കാണുന്ന ആശയമാണ്. മാത്രവുമല്ല, മറ്റൊരു മെമ്പറുമായിട്ട് ഈക്വൽ സ്റ്റാറ്റസ് ആണ് ഓരോ വ്യക്തിക്കുമുള്ളത്. നാഷന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കൾച്ചർ. ഭാഷയുടെയും ഷെയർഡ് ബിലീവ്സിന്റെയും വാല്യൂസിന്റെയും മറ്റു പ്രാക്ടീസസിന്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു കൾച്ചർ. ഇതാണ് മറ്റു നാഷൻസിൽ നിന്ന് ഈ ഒരു നാഷനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ടെമ്പറൽ ഡെപ്ത് ആണ് എട്ടാമത്തത്. അതായത് ഈ ഒരു നാഷൻ കുറെ കാലമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു നോഷനാണ്. കുറെ തലമുറകളായിട്ട് ഈ ഒരു നാഷന്റെ ഒരു ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട്. ഇങ്ങനെയുള്ള വാദങ്ങളാണ് ഈ ഒരു ടെമ്പറൽ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ് കോമൺ ഡിസെന്റ് ഓർ റേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആ ഒരു നാഷനിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരു കോമൺ ഡിസെന്റ്, പൊതുവായ ഒരു വംശമുണ്ട്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറൊക്കെ ഈ ഒരു രീതിയിലുള്ളൊരു റേഷ്യൽ യൂണിഫിക്കേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. ലാസ്റ്റ് വൺ സ്പെഷ്യൽ ഹിസ്റ്റോറിക്കൽ ഓർ ഈവൻ റേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രത്യേകം ചരിത്രപരമായ അല്ലെങ്കിൽ വംശപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച്
നാഷനെ ഡിഫൈൻ ചെയ്യുന്നതും നമുക്ക് കാണാം. ഇത് ജനറലി നമ്മൾ കണ്ടുവരുന്ന ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിന് പുറമെ മറ്റു ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് സവിശേഷതകൾ നാഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണലിസത്തിന്റെ 2 ഫോംസ് ആണ്: യൂറോപ്യൻ നാഷണലിസം, നോൺ യൂറോപ്യൻ നാഷണലിസം. യൂറോപ്യൻ നാഷണലിസത്തിൽ 3 കേസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്: ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി. ഇംഗ്ലീഷ് ഐഡിയ ഓഫ് നേഷൻ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരുന്നു. അതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സോവറനിറ്റിയും സ്റ്റേറ്റിനോടുള്ള അലീജിയൻസുമാണ്. യൂറോപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന എൻലൈറ്റ്മെന്റ് തോട്ട് ഫ്രാൻസിലും മൊണാർക്കിക്കെതിരെയുള്ള ആ ഒരു മൂവ്മെന്റിനെ ട്രിഗർ ചെയ്തു. ഇങ്ങനെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി ഇതിനു വേണ്ടിയിട്ടുള്ള റവല്യൂഷണറി സ്ട്രഗിള് അവിടെയുള്ള സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. പിന്നീട് ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി, പാർട്ടിസിപ്പേഷൻ ഇൻ കളക്റ്റീവ് ലൈഫ്, ഇതൊക്കെയായിരുന്നു പുതുതായിട്ടുണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ സോളിഡാരിറ്റിയുടെ ഫൗണ്ടേഷൻസ്. ഫ്രഞ്ച് നേഷൻ കൂടുതൽ പാർട്ടിസിപ്പേറ്ററി ആയിരുന്നു, റിപ്പബ്ലിക്കൻ നേച്ചറും അതിനുണ്ടായിരുന്നു. ആ ഒരു മൊണാർക്കിക്കെതിരെ, ആ ഒരു ഡൈനാസ്റ്റിക് റൂളിനെതിരെയുള്ള സ്ട്രഗിളിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് എമേർജ് ചെയ്യുന്ന ഒരു നാഷണൽ മിഡിൽ ക്ലാസ്, അതോടൊപ്പം തന്നെ ലോവർ മിഡിൽ ക്ലാസ് പോലും അതിലാണ് ചേർന്നിരുന്നത്. ഈ ഒരു മൂവ്മെന്റിന്റെ വക്താക്കളായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽസും ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ആ ഒരു നാഷണലിസം നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരുന്നു, അതുപോലെ സിവിക് നാഷണലിസം ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രഞ്ച് നാഷണലിസവും ജർമ്മൻ നാഷണലിസവും കളക്ടിവിസ്റ്റ് നാഷണലിസം ആയിരുന്നു. ഇത് വെസ്റ്റേൺ യൂറോപ്പിൽ കണ്ടുവന്നിരുന്ന മറ്റൊരു രീതിയിലുള്ള നാഷണലിസമാണ്. പക്ഷേ ഈ ഒരു ഫ്രഞ്ച് നാഷണലിസവും ജർമ്മൻ നാഷണലിസവും തമ്മിലും വ്യത്യാസമുണ്ട്. കാരണം ഫ്രഞ്ച് നാഷണലിസം എംഫസൈസ് ചെയ്തത് സിവിക് ടൈസ്, ഒരു സിവിക് യൂണിറ്റി, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ജർമ്മൻ നാഷണലിസം ആ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ആ ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു അടിസ്ഥാനപ്പെടുത്തിയത് എത്നിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജർമ്മൻസ് അവരുടെ മോഡേൺ ഗവൺമെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ബേസ്, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പാസ്റ്റ് കൾച്ചറിലുള്ള അവരുടെ ഒരു അഭിമാനമൊക്കെ ആയിരുന്നു. ഏതായാലും ഈ 3 കേസസ് നമുക്ക് വിശദമായിട്ട് നോക്കാം. 16-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ ഓർഡറിനെതിരെയുള്ള എതിർപ്പുകളിൽ നിന്ന് നാഷണലിസം പിറവി കൊള്ളുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് സൊസൈറ്റി ഫ്യൂഡൽ ആയിരുന്നു. ഇനിക്വാളിറ്റി എന്ന കാര്യം നാച്ചുറൽ ആണ്, അത് ഡിവൈൻലി ഓർഡൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പെർമനന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഇനിക്വാളിറ്റിക്കും ഹൈറാർക്കിക്കും ഒക്കെയുള്ള ന്യായീകരണം അവര് നൽകിയിരുന്നത് ഒരു ഡിവൈൻ പ്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ഓർഡറിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് എന്നും ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദൈവികമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു പ്ലാനിൽ ഓരോ വ്യക്തിയും ആ ഒരു വ്യക്തിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത് എന്നൊരു ആശയമായിരുന്നു. പ്രധാനമായിട്ടും ഇംഗ്ലണ്ടിൽ 3 മേജർ ഫ്യൂഡൽ ഓർഡേഴ്സ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്: നൊബിലിറ്റി, ക്ലേർജി, ടോയിലേഴ്സ്. ഇതിൽ ഓരോ വിഭാഗത്തിനും ഡിഫൈൻഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു. പക്ഷെ 1485-ലെ വാർ ഓഫ് ദ റോസസിന് ശേഷം ഈ ഒരു ഓർഡറിൽ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു റീസ്ട്രക്ചറിങ് നടന്നു. ഈ ഒരു യുദ്ധം കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂഡൽ അരിസ്റ്റോക്രസി തകരുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ ഹൈറാർക്കിയുടെ ടോപ്പിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ഓൾഡ് ക്ലേർജിയെയും നൊബിലിറ്റിയെയും ഒക്കെ റീപ്ലേസ് ചെയ്തു കൊണ്ടുവന്ന ന്യൂ അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് മുമ്പ് താഴെ തട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ലോവർ സ്ട്രാറ്റയിൽ ഉണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റി ബിരുദമൊക്കെയുള്ള ആളുകളായിരുന്നു. ഈ ഒരു ന്യൂ അരിസ്റ്റോക്രസിയുടെ എമർജൻസോടുകൂടി ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ആ ഒരു അടിസ്ഥാനം, ആ ഒരു ബേസിസ് തന്നെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ബേർത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ, ഒരാൾ ജനിച്ചത് ഏതൊരു ക്ലാസ്സിലാണ് അതിനനുസരിച്ചായിട്ട് ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജസ് ഒക്കെ. പക്ഷെ ഈ ഒരു ന്യൂ അരിസ്റ്റോക്രസി വന്നതിന് ശേഷം മെറിറ്റ് അതുപോലെ എബിലിറ്റി അതൊക്കെയായി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ.
അതിനോടൊപ്പം തന്നെ ക്യാപിറ്റലിസത്തിന്റെ ആ ഒരു ഗ്രോത്ത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഒരു പുതിയൊരു റെസ്പെക്റ്റബിലിറ്റി കൊണ്ടുവന്നു. കാരണം ആളുകളുടെ ബർത്ത്, ആ ഒരു ക്ലാസ്, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പ്രോഫിറ്റിനായിരുന്നു ക്യാപിറ്റലിസം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ റീഡിഫൈൻ ചെയ്യാൻ, ഇത് ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു ന്യൂ ക്ലാസ് ഓഫ് മെർച്ചൻസും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് ഫ്യൂഡൽ ഓർഡറിൽ നമുക്കറിയാം ഓരോ 3 വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒരു ഇന്റർ ഓർഡർ മൊബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് ഒരു താഴെയുള്ള തട്ടിലുള്ള ആളുകൾക്ക് മുകളിലുള്ള ആ ഒരു എലീറ്റ് ആവാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ആ ഒരു കാര്യമാണ് ഈ ഒരു പുതിയ അരിസ്റ്റോക്രസിയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു അപ്വാർഡ് മൊബിലിറ്റിയുടെ ഫ്രെയിംവർക്കാണ് പുതുതായിട്ട് ഉണ്ടായത്. ഒരു പുതിയൊരു സോഷ്യൽ കോൺഷ്യസ്നെസ് ആയിരുന്നു ഇതിനൊക്കെ അടിസ്ഥാനം. ഈ ഒരു ന്യൂ കോൺഷ്യസ്നെസ് ആണ് നാഷണലിസം. ഇവിടെ ഈ ഒരു നാഷന്റെ എല്ലാ മെമ്പേഴ്സും മുമ്പ് എലീറ്റ്സ് എങ്ങനെയാണ് അവരുടെ ഡിഗ്നിറ്റി എൻജോയ് ചെയ്തത്, അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും അവരുടെ ആ ഒരു ഡിഗ്നിറ്റി എൻജോയ് ചെയ്യുന്നു. എല്ലാ ആളുകളും ഈക്വൽ ആണ്, ഫ്രീ ആണ്. അവർക്കൊക്കെ സെൽഫ് ഗവൺമെന്റിനും സോവറിറ്റിക്കും വേണ്ടിയിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ, അതല്ലെങ്കിൽ നാഷൻ, അതിനെ കളക്റ്റീവ് ആയിട്ടായിരുന്നു സോവറിൻ എന്ന് ഡിഫൈൻ ചെയ്തത്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇംഗ്ലണ്ടിലെ ആ ഒരു നാഷന്റെ സോവറിറ്റി ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു ഇമാജിൻഡ് നാഷണൽ കളക്ടിവിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും സോവറിറ്റിയിൽ നിന്നാണ്. ഇങ്ങനെ ഒരു ഐക്യമുള്ള ഒരു എൻറ്റിറ്റി ആയിരുന്നു ഈ ഒരു നാഷൻ. ഇംഗ്ലീഷ് നാഷണലിസം അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരുന്നു, അതിനോടൊപ്പം തന്നെ സിവിക് ആയിരുന്നു. നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പുമായും കമ്മ്യൂണിറ്റിയിലുള്ള വോളണ്ടറി മെമ്പർഷിപ്പുമായിട്ടും ഐഡന്റിറ്റിക്കൽ ആയിരുന്നു. അതായത് അതിനോട് സാമ്യമുള്ളതായിരുന്നു. വ്യക്തികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു നാഷണലിസം ആയതുകൊണ്ടാണ് അതിന് ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയുന്നത്. സിവിക് എന്ന് പറയാൻ കാരണം അതൊരു സിറ്റിസൺഷിപ്പിനോടൊക്കെ ഐഡന്റിക്കലാണ്. ഇങ്ങനെയുള്ളൊരു നാഷണലിസം ആയിരുന്നു ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്നത്. ഇനി ഫ്രാൻസിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഫ്രാൻസിലെ നാഷണലിസം എമേർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്രഞ്ച് ക്രിസ്ത്യാനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു. റോമൻ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് അതിന് വ്യത്യാസമുണ്ടായിരുന്നു. അത് സുപ്പീരിയർ ആയിട്ട് ഫ്രഞ്ച് കിങ്സ് ക്ലെയിം ചെയ്തതുപോലെ അവർ വിശ്വസിച്ചിരുന്നു. 12th സെഞ്ചുറി മുതൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് രാജാവിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഓഫ് ആക്ടിവിറ്റി തമ്മിൽ യാതൊരു ഡിസ്റ്റിങ്ഷനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏർലി മോഡേൺ പീരിയഡിൽ ഫ്രഞ്ച് ഐഡന്റിറ്റിയുടെ സെക്യുലറൈസേഷൻ നടക്കുകയാണ്. അതിന് കാരണം പലതാണ്. എന്നാലും 16th സെഞ്ചുറിയിൽ നടന്ന റിലീജിയസ് വാർ ഈ ഒരു ഫ്രഞ്ച് ഐഡന്റിറ്റി രൂപപ്പെടാൻ കാരണമായി തീർന്നു. രാജാവിന് അതോറിറ്റി ഉള്ള ഒരു ഏരിയയാണ് സ്റ്റേറ്റ് എന്ന ആശയം ഒരു നല്ല ക്രിസ്ത്യൻ എന്ന ആ ഒരു ഫ്രഞ്ച് ഐഡന്റിറ്റിയെ രാജാവിന്റെ സബ്ജക്ട്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ എന്ന ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ആദ്യം ഒരു റിലീജിയസ് വേർഷൻ കൂടി അതിനുണ്ടായിരുന്നു. പിന്നീട് ആ രാജാവിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു ആശയത്തിന് മാറ്റമുണ്ടായി. ഈ ഒരു കമ്മ്യൂണിറ്റി ഓഫ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു ചെയിൻ ഓഫ് റിലേഷൻഷിപ്സിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽസിന്റെ ഹൈറാർക്കി ഉണ്ടായിരുന്നു. അതിലൊക്കെ ഉപരി രാജാവിന്റെ ഒരു സ്ഫിയർ ഓഫ് അതോറിറ്റി അവിടെ നിലനിന്നിരുന്നു. പിന്നീട് കാലക്രമേണ ഈ ഒരു ഹൈറാർക്കിയിലുള്ള ഈ ഒഫീഷ്യൽസ് അവർ സ്വയം അതോറിറ്റി നടപ്പിലാക്കുകയും അവരുടെ ആ ഒരു സ്ഫിയർ ഓഫ് അതോറിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അത് എക്സ്പാൻഡ് ചെയ്യാൻ അവർ ശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു പാരലൽ സിസ്റ്റം ഓഫ് ലോയാലിറ്റി അവിടെ ഉയർന്നു വരികയും അങ്ങനെ സ്റ്റേറ്റിനെ തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണാൻ തുടങ്ങി. മുമ്പ് ഒരു രാജാവ്, അതിന് കീഴിലുള്ള ജനങ്ങൾ, ആ ഒരു രീതിയിൽ നിന്ന് മാറി ഒരുപാട് പവർ സ്ട്രക്ചേഴ്സിന്റെ ഒരു നെറ്റ്വർക്കാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മുമ്പുണ്ടായ ജനങ്ങൾക്ക് ലോയൽറ്റി രാജാവിൽ മാത്രമാണ് എന്നുള്ള ആ ഒരു ചിന്തക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെ രാജാവും സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡിസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറീസ്, അതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് അരിസ്റ്റോക്രസിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ രാജാവ് അവിടെ നിലനിന്നിരുന്നെങ്കിലും നൊബിലിറ്റിക്ക്, ആ ഒരു എലീറ്റ്സിന് ഒരു സഫീഷ്യന്റ് ഡിഗ്രി ഓഫ് ഓട്ടോണമി അവിടെ നൽകിയിരുന്നു. ആ ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ
അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിൽ അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു മൊണാർക്കി എന്ന് പറയുന്നത് അബ്സല്യൂട്ടിസ്റ്റ് നേച്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ്, വെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അരിസ്റ്റോക്രസി റോയൽ പവറിന് ഡിപ്പെൻഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു റോയൽ അബ്സല്യൂട്ടിസത്തിനെതിരെ അരിസ്റ്റോക്രസി നിലകൊള്ളുന്നതും ഗ്രാജുവൽ ആയിട്ട് അതിനെതിരെയുള്ള സ്ട്രഗിളിൽ അണിചേരുന്നതും. അങ്ങനെ രാജാവിനെയും സ്റ്റേറ്റിനെയും ഒരുമിച്ച് ആ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ കാണാതെ സ്റ്റേറ്റിനെ ഈ ഒരു വിഭാഗം കമ്മ്യൂണിറ്റി ഓഫ് ഫ്രാൻസ്, ഫ്രഞ്ച് പീപ്പിൾ ആൻഡ് ടെറിട്ടറി, ആ ഒരു നേഷൻ എന്ന അടിസ്ഥാനത്തിലായിരുന്നു വ്യാഖ്യാനിച്ചിരുന്നത്. ഇംഗ്ലണ്ടിലെ ആ ഒരു നേഷൻ എന്ന നോഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇങ്ങനെ ഫ്രഞ്ച് ജനതയെ നേഷൻ എന്ന് വ്യാഖ്യാനിക്കുന്നത്. അരിസ്റ്റോക്രസിയുമായിട്ട് ബന്ധമുള്ള ഫ്രഞ്ച് ഇന്റലക്ച്വൽസ് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റിയുടെ റീഡെഫിനിഷന് പ്രധാനപ്പെട്ട ഒരു കാരണം. ആദ്യമായിട്ട് ഈ ഒരു നാഷൻ എന്ന കോൺസെപ്റ്റ് ഫ്രാൻസിൽ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനെ അധിക ആളുകളും നൊബിലിറ്റിയുമായിട്ട് സിനോണിമസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഈ ഒരു അവസ്ഥ 1789 ഫ്രഞ്ച് റവല്യൂഷൻ വരെ തുടരുകയാണ്. 1789 ശേഷമുള്ള കാലങ്ങളിലും നാഷൻ എന്ന ടേം എലീറ്റിനെ ആ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ജനങ്ങളെയായിരുന്നു റെഫർ ചെയ്തിരുന്നത്. ഇവിടെ 1789 ശേഷം ഈ ഒരു നാഷൻ എന്ന ടേം റെഫർ ചെയ്യുന്നത് ജനങ്ങളെ തന്നെയാണ്. പക്ഷെ ആ ഒരു ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് എലീറ്റ്സ് ആണ്. അവരങ്ങനെ അവരുടെ ഒരു പൊളിറ്റിക്കൽ പവർ അങ്ങനെ അഫേം ചെയ്ത് നിലനിൽക്കുന്നു. ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് ഫ്രഞ്ച് നാഷണലിസം കളക്ടിവിസ്റ്റിക് ആയിരുന്നു, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒതോറിറ്റേറിയൻ ആയിരുന്നു. ഈ ഒരു സാധാ ജനങ്ങളും മാസസും ആ ഒരു റെപ്രസെന്റേറ്റീവ്സും തമ്മിലുള്ള ഒരു ഇനിക്വാളിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നാഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും പക്ഷെ ആ ഒരു ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എലീറ്റ് വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു വിഭാഗവും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ഒരു ഇനിക്വാളിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രഞ്ച് നാഷണലിലുള്ള മെമ്പർഷിപ്പ് അത് ഏതെങ്കിലും ഒരു റേസ്, എത്നിസിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നില്ല. അത് സിവിക് ആയിരുന്നു. സിറ്റിസൺസ് എന്ന രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു മെമ്പർഷിപ്പ് നിലവിലുണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു ഫ്രഞ്ച് നാഷണലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്. ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് നാഷണലിസത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജർമ്മൻ നാഷണലിസം. അരിസ്റ്റോക്രസി ആയിരുന്നില്ല ഇതിന് കാരണം, മറിച്ച് മിഡിൽ ക്ലാസ് ഇന്റലക്ച്വൽസിന്റെ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ജർമ്മൻ നാഷണലിസത്തിന് കാരണം. മിഡിൽ ക്ലാസ് ഇന്റലക്ച്വൽസ് അഥവാ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ സൊസൈറ്റിയിൽ അവർക്ക് വളരെ ഹൈ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ അക്വയർ ചെയ്യുന്നതിന് മുമ്പ് ഇവരൊക്കെ ലോവർ ക്ലാസ്സസിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസം ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്വേർഡ് മൊബിലിറ്റിക്ക് 18ാം നൂറ്റാണ്ടായപ്പോഴേക്കും അതിന് ആ ഒരു രീതിയിൽ വലിയ ഉയർച്ച ഉണ്ടായില്ല. കാരണം ഇന്റലക്ച്വൽസ് വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെ അൺഎംപ്ലോയ്മെന്റും പോവേർട്ടിയും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അവർ അതുവരെ എൻജോയ് ചെയ്ത ഒരു സ്റ്റാറ്റസിനും വലിയ രീതിയിലുള്ള ഒരു മങ്ങലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു എൻലൈറ്റൻമെന്റ് മൂവ്മെന്റ് കാരണമാണ് ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ഒക്കെ വലിയ രീതിയിൽ ഉയർന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നീട് പ്രശ്നമുണ്ടായപ്പോൾ എൻലൈറ്റൻമെന്റിനെതിരെയുള്ള ഒരു റിയാക്ഷൻ വരെ ജർമ്മനിയിൽ ഉണ്ടായി. ഈ ഒരു ഇന്റലക്ച്വൽ റെസ്പോൺസിനെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഇതിൽ പല രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തായാലും ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് റവല്യൂഷൻ മുന്നോട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് എതിരായിരുന്നു അവരുടെ ആശയങ്ങൾ. പ്രോഗ്രസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വെൽ ഓർഡേർഡ് റാഷണൽ സൊസൈറ്റി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ ഇവർ റിജക്ട് ചെയ്യുന്നു. അതിനു പകരം സെൽഫിന് ആ ഒരു നേച്ചറുമായിട്ട്, പ്രകൃതിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതിനെ മനസ്സിലാക്കാനാണ് ഈ ഒരു ആശയം ശ്രമിച്ചത്. പക്ഷേ ജർമ്മൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫിലോസഫി ഒന്നും റൊമാൻറ്റിക്സ് ഫോർമുലേറ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നീട് നെപ്പോളിയനെ ഇൻവേഡ് ചെയ്തപ്പോഴാണ് ജർമ്മൻ ഐക്യം, ജർമ്മൻ ഫ്രട്ടേണിറ്റിയുടെ ഒരു ആർട്ടിക്കുലേഷൻ അവിടെ സംഭവിക്കുന്നത്. ഫ്രഞ്ച് എക്സ്പീരിയൻസ് നമുക്കറിയാം, അവിടെ റൂളേഴ്സിനെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്, എന്നിട്ടാണ് ആ ഒരു നാഷണലിസം ഉത്ഭവിക്കുന്നത്. പക്ഷെ ഇവിടെ റൊമാൻറ്റിക്സ് പ്രസന്റ് ചെയ്തത് ഈ റൂളേഴ്സിന്റെ, ഈ അധികാരികളുടെ കോസ് എന്ന് പറയുന്നത് അത് ജർമ്മൻ കോസ് ആണ്. ഈ ഒരു റൊമാൻറ്റിക് ഫിലോസഫി ആയിരുന്നു ജർമ്മൻ നാഷണൽ കോൺഷ്യസ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്തിരുന്നത്.
അതുകൊണ്ട് തന്നെ ഓരോ സെൽഫിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യം മാത്രം എന്നുള്ള ഒരു രീതിയെ ഓവർകം ചെയ്ത് കമ്മ്യൂണിറ്റീസിനെയാണ് ശരിയായ ഒരു എൻറ്റിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. മാത്രമല്ല, ഏതാണ് ട്രൂ കമ്മ്യൂണിറ്റീസ്? ലാംഗ്വേജ് കൊണ്ട് സ്വയം കണക്റ്റഡ് ആയ കമ്മ്യൂണിറ്റീസ് ആണ്. ബ്ലഡ് റിലേഷൻ കൊണ്ടും വംശം കൊണ്ടുമൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഒരു ജർമ്മൻ ആശയത്തിലുള്ള നേഷൻ? നാച്ചുറൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റഡ് ബൈ റേസ് ആൻഡ് ലാംഗ്വേജ്. വംശീയമായ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു നാച്ചുറൽ കമ്മ്യൂണിറ്റിയാണ് നേഷൻ. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് നേഷനോട് ചെറിയ രീതിയിൽ സിമിലാരിറ്റി ഉണ്ട്. ഒരു കളക്റ്റീവ് എൻറ്റിറ്റി ആയിട്ടാണ് ജർമ്മൻ നേഷനെ കണ്ടിരുന്നത്. പക്ഷേ ഫ്രഞ്ച് കേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പ്രൈമറിലി ഒരു എത്നിക് കമ്മ്യൂണിറ്റി ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതിലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള മെമ്പർഷിപ്പ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് അത് നാച്ചുറൽ ടൈസിന്റെ അടിസ്ഥാനത്തിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. രക്തബന്ധം കൊണ്ടോ അല്ലെങ്കിൽ റേഷ്യൽ കണക്ഷൻ കൊണ്ട്, വംശീയപരമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് മാത്രമേ ആ ഒരു നേഷന്റെ ഭാഗമാവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യമാണ് മറ്റു നാഷണലിസത്തിൽ നിന്ന് ജർമ്മൻ നാഷണലിസത്തെ വ്യത്യസ്തമാക്കുന്നത്. യൂറോപ്യൻ നാഷണലിസത്തിന്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കണ്ടത്. നാഷണലിസത്തിന് ഒരു സോഷ്യൽ സോളിഡാരിറ്റി, കളക്റ്റീവ് ഐഡന്റിറ്റി, സോവറിൻ കളക്റ്റീവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ അത്യാവശ്യമാണെന്ന് പറയുന്നു. നാഷണലിസത്തിന്റെ ഈ ഒരു 3 യൂറോപ്യൻ എക്സ്പീരിയൻസസിൽ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ബെനഡിക്ട് ആൻഡേഴ്സണെ പോലെയുള്ള സ്കോളേഴ്സ് നാഷണലിസത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരു നാഷനെ ഇമാജിൻഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. ഇമാജിൻഡ് കൊണ്ട് ആൻഡേഴ്സൺ ഉദ്ദേശിക്കുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ഈവൻ ദ സ്മോളസ്റ്റ് നേഷൻ വിൽ നെവർ നോ മോസ്റ്റ് ഓഫ് ദെയർ ഫെലോ മെമ്പേഴ്സ്, മീറ്റ് ദം ഓർ ഈവൻ ഹിയർ ഓഫ് ദം, യെറ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഈച്ച് ലൈവ്സ് ദ ഇമേജ് ഓഫ് ദെയർ കമ്മ്യൂണിയൻ. ഏറ്റവും ചെറിയ നേഷനിൽ പോലും മെമ്പേഴ്സിന് തമ്മിൽ അറിയില്ല, അവർ തമ്മിൽ കാണുന്നില്ല, അവർ മറ്റൊരാളെ പറ്റിയിട്ട് കേൾക്കുന്നില്ല. ഒരു ഫെലോ ബീങ്സിനെ കുറിച്ച് യാതൊരു കാര്യങ്ങൾ അവർക്കറിയില്ല. പക്ഷെ എന്നിട്ടും അവരുടെ മനസ്സിൽ ഈ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു ഇമാജിനേഷൻ നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇമാജിനിങ് ലിമിറ്റഡ് ആണ്. കാരണം ആ ഒരു പ്രോസസ്സ് ഈ ഒരു നേഷന്റെ ബൗണ്ടറീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതല്ലാതെ മൊത്തം ഹ്യൂമൻ കൈൻഡ് അതായത് മാൻകൈൻഡുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇമാജിനേഷൻ നടക്കുന്നില്ല. ഈ ഒരു കാര്യം സോവറിൻ ആണ്. കാരണം അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് നാഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ആൻഡേഴ്സൺ പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ഇമാജിൻഡ് ആണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരുപാട് ഇനിക്വാളിറ്റി, എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ ഒരു നേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റ് ആളുകൾ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അതിനെ അങ്ങനെ അവർ വിചാരിക്കുന്നു. ഇങ്ങനെ നാഷണലിസം ഇങ്ങനെ എമേർജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മോഡുലാർ ഫോം അസ്യൂം ചെയ്യുന്നുണ്ട് എന്നും ആൻഡേഴ്സൺ ആർഗ്യൂ ചെയ്യുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ 3 മോഡൽസിനെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്രിയോൾ നാഷണലിസം. അമേരിക്കൻ കോണ്ടിനെന്റിലാണ് ഈ ഒരു നാഷണലിസം എമേർജ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും യൂറോപ്യൻ പവേഴ്സ് കൺട്രോൾ ചെയ്ത കോളനീസിൽ. പ്രിന്റിങ്ങിലും പബ്ലിഷിങ്ങിലും ഒക്കെ ഇൻവോൾവ് ചെയ്ത ലോക്കൽ ഒഫീഷ്യൽസും ജനങ്ങളുടെയും എഫേർട്ടിലൂടെയാണ് കമ്മ്യൂണിറ്റീസ് ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. കൊളോണിയൽ പവറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി, ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇവർ ഡെവലപ്പ് ചെയ്യുന്നു. ഈ കോളനീസിന്റെ ചരിത്രത്തിലും അവരുടെ ലോക്കൽ കൾച്ചറിലുമൊക്കെയാണ് ഈ ഒരു ഫോം ഓഫ് നാഷണലിസം വേരുറപ്പിച്ച് നിൽക്കുന്നത്. മറ്റൊന്ന് ലിംഗ്വിസ്റ്റിക് നാഷണലിസമാണ്. യൂറോപ്പിലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് നാഷണലിസം വളരെ കോമൺ ആയിരുന്നു. ഇവിടെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ഒരു സ്പെസിഫിക് നാഷൻ അല്ലെങ്കിൽ ഒരു ജനങ്ങളെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു നാഷൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നു. ഒരു നാഷണൽ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യാൻ എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജ് കാരണമാവുന്നത് എന്ന് ഈ ഒരു ലിംഗ്വിസ്റ്റിക് നാഷണലിസം വ്യക്തമാക്കുന്നുണ്ട്. ഭാഷ കാരണം ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാവുകയാണ്. തേർഡ് വൺ റെസിഫൈങ് നാഷണലിസമാണ്.
ആ ഒരു പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ റഷ്യൻ കോണ്ടക്സ്റ്റിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. മുകളിൽ നിന്ന് ഒരു കൾച്ചറൽ ഏകീകരണം അടിച്ചേൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുകയാണ്. ഒരു ഡോമിനന്റ് പവർ അതിന്റെ കൾച്ചറും ലാംഗ്വേജും മറ്റു എത്നിക് ഗ്രൂപ്പ്സിന്റെ മുകളിൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരിലേക്ക് അത് പതിയെ പതിയെ ഇൻജക്ട് ചെയ്യുകയാണ്. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു റഷ്യൻ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റു വ്യത്യസ്തരായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഐഡന്റിറ്റീസിനെ, അങ്ങനെയുള്ള മൈനോറിറ്റി ഗ്രൂപ്പ്സിന്റെ കൾച്ചറിനെയൊക്കെ സപ്രസ് ചെയ്യുക. അതായത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ ഒരു സിംഗിൾ ഹോമോജിനസ് കൾച്ചറിലേക്ക് അസിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം ഓഫ് നാഷണലിസം എയിം ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണ് ആ ഒരു സിംഗിൾ ഹോമോജിനസ് കൾച്ചർ? അതാ ഒരു റൂളിംഗ് പവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റൂളിംഗ് പവറിന്റെ കൾച്ചറാണ്. അതാണ് മറ്റുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ആൻഡേഴ്സന്റെ അനാലിസിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നാഷണലിസത്തിന്റെ ഡിഫറെന്റ് അപ്രോച്ചസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള റീജിയൻസിൽ വ്യത്യസ്തമായ അപ്രോച്ചസ് ആണ് നാഷണലിസം കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കാരണം നാഷണലിസവും വളരെ വ്യത്യസ്തമായിട്ട് ഷേപ്പ് ചെയ്യും. അത് എമേർജ് ചെയ്യുന്ന ആ ഒരു കോണ്ടക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് അത് വ്യത്യസ്തമായിട്ടായിരിക്കും ഉയർന്നു വരിക. ഏതായാലും ആൻഡേഴ്സൺ ഉദ്ദേശിച്ചത് ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഈ 3 മോഡുലാർ ഫോംസ് നമ്മൾ കണ്ടു. ഈ 3 ഫോംസും കൊളോണിയൽ ഇന്റലിജൻഷ്യക്ക് എമുലേറ്റ് ചെയ്യാൻ, അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഫോംസ് ആയിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്രിന്റ് ലാംഗ്വേജ് വഴി, ആ ഒരു ഐഡിയ ഓഫ് നേഷൻ വഴി ആന്റി കൊളോണിയൽ കോൺഷ്യസ്നെസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിരുന്നു, അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, കൊളോണിയൽ എഡ്യൂക്കേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു കൊളോണിയൽ എഡ്യൂക്കേഷന്റെ കോൺസിക്വൻസ് എന്നുള്ള രീതിയിൽ ഉയർന്നു വന്ന ബൈലിംഗ്വൽ ഇന്റലിജൻഷ്യ ഉണ്ട്. 2 ഭാഷകളും, കൊളോണിയൽ ജനതയുടെ ആ ഒരു ഭാഷയും, അതായത് കോളനിവൽക്കരിക്കപ്പെട്ട യൂറോപ്യൻ പവേഴ്സിന്റെ ഭാഷയും വളരെ നല്ല രീതിയിൽ വശമുണ്ടായിരുന്ന ഇന്റലക്ച്വൽ ഗ്രൂപ്പിന്റെ ഒരു ഉയർച്ചയുണ്ടായിരുന്നു. അവർ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അങ്ങനെ ആ ഒരു കൊളോണിയൽ റൂളിന്റെ ഒരു പതനം അവിടെ ആരംഭിക്കുകയും ചെയ്തു. അവരായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാർ. അമേരിക്കൻ റീജിയൻസിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഈ ഒരു കൊളോണിയൽ റൂൾ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. 18, 19, 20 നൂറ്റാണ്ടുകളിലായിരുന്നല്ലോ ഈ ഒരു കൊളോണിയൽ റൂൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊളോണിയൽ സൊസൈറ്റീസിൽ ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ അത് ആന്റി കൊളോണിയൽ ആയിരുന്നു. ആൻഡേഴ്സന്റെ കാഴ്ചപ്പാടിൽ മുമ്പുണ്ടായിരുന്ന കൊളോണിയൽ എലീറ്റ്സിന്റെ ഫ്രസ്ട്രേഷൻസിൽ നിന്നും അവരുടെ ആ ഒരു സോളിഡാരിറ്റീസിൽ നിന്നുമൊക്കെയാണ് ഈ ഒരു ആശയം, ഈ ഒരു ആന്റി കൊളോണിയൽ കോൺഷ്യസ്നെസ് ഉയർന്നു വരുന്നത്. യൂറോപ്യൻ എക്സ്പീരിയൻസസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആന്റി കൊളോണിയൽ നാഷണലിസവും എമേർജ് ചെയ്തത് സ്പെസിഫിക് കോണ്ടക്സ്റ്റുകളിൽ നിന്നാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഈ ഒരു നാഷണലിസത്തിന്റെ എമർജൻസ് എക്സാമിൻ ചെയ്തുകൊണ്ട് ആൻഡേഴ്സൺ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ലാറ്റിൻ അമേരിക്കയിലെ ഹിസ്പാനിക് റൂൾ, അതായത് സ്പാനിഷ് കൊളോണിയൽ റൂൾ നടത്തിയിരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്കിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യത്യസ്തമായ, സ്പെസിഫിക് ആയ ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു കരിയർ പാറ്റേൺ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിട്ട് സ്പാനിഷ് അമേരിക്ക ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്കിലുള്ള ടോപ്പ് ഒഫീഷ്യൽസ് അവർ സ്പെയിനിൽ നിന്ന് വരികയും പിന്നീട് ആ ഒരു കോളനിയിൽ കുറച്ചു കാലം സെർവ് ചെയ്തുകൊണ്ട് സ്പെയിനിലേക്ക് തന്നെ ഹയർ പൊസിഷൻസിലേക്ക് റിട്ടേൺ ചെയ്യുകയുണ്ടായി. അതായത് ഈ ഒരു കൊളോണിയൽ ബ്യൂറോക്രസിയിലുള്ള ടോപ്പ് ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ആയിരുന്നു, ആ ഒരു കൊളോണിയൽ പവറിലുള്ള ഒഫീഷ്യൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിന് അവരുടെ കരിയേഴ്സിൽ ഒരു അപ്വേർഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ടായി. അതായത് അവർ സ്പെയിനിൽ നിന്ന് വരുന്നു, ഈ ഒരു കോളനിയിൽ നല്ല പൊസിഷൻസിൽ സെർവ് ചെയ്യുന്നു, അങ്ങനെ അവർക്ക് പ്രൊമോഷൻ കിട്ടി, അവർ പിന്നീട് സ്പെയിനിലേക്ക് പോയി. അവിടെ അവരുടെ ഒരു കരിയറിൽ വലിയ രീതിയിലുള്ള ഒരു അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടാവുന്നു. പക്ഷേ തദ്ദേശീയരായ അവിടെയുള്ള ക്രിയോൾ ഓഫീസേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കരിയർ സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെയുള്ള ഒരു അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ക്രിയോൾ ഓഫീസർ എന്ന് പറയുന്നത് അവർ വംശീയ പാരമ്പര്യം അനുസരിച്ച് അവർ സ്പാനിയാർഡ്സ് ആയിരുന്നു. ലാംഗ്വേജും ഒരു പരിധിവരെ കൾച്ചറും ഒക്കെ സിമിലർ ആയിരുന്നു.
പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവർ ക്രിയോൾ എന്ന് പറയാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർ ലോക്കലി ബോൺ ആണ്. ആ ഒരു സ്ഥലത്താണ് അവർ ജനിച്ചത്. ഈ ഒരു ഡിഫറൻസ് ഇൻ ബർത്ത് ആയിരുന്നു അവരുടെ ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ റെസ്ട്രിക്ട് ചെയ്ത ഒരു കാര്യം. ഇങ്ങനെ ഈ ഒരു ബർത്തിന്റെ ഒരു കാരണം കൊണ്ട് അവർക്ക് അവരുടെ കോളനിയുടെ ഉള്ളിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഒരു ഉയർന്ന ആ ഒരു സ്പാനിയാർഡ്സിനെ പോലെ ഒരു സ്പാനിഷ് കോളനിയിൽ നിന്ന് മറ്റൊരു സ്പാനിഷ് കോളനിയിലേക്ക് മൂവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ സ്പെയിനിലേക്ക് റിട്ടേൺ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അവരുടെ വംശപരമ്പരയൊക്കെ സ്പാനിഷ് ആണ്, അവരുടെ ഭാഷ സ്പാനിഷ് ആണ്, കൾച്ചറൊക്കെ ഒരു പരിധി വരെ സ്പാനിഷ് ആണ്. പക്ഷെ അവർ ഈ ഒരു കോളനി നിലനിൽക്കുന്ന ആ ഒരു പ്രദേശങ്ങളിൽ ജനിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ ഒരു സ്പാനിഷ് ആൻഡ് ക്രിയോൾ ഓഫീസേഴ്സ് തമ്മിലുള്ള കരിയർ പാറ്റേൺസിന്റെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ആ ഒരു വ്യത്യാസമാണ് ക്രിയോൾ എലീറ്റിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയത്. മാത്രമല്ല ഈ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന് അവർക്കൊരു സെൻസ് ഓഫ് സോളിഡാരിറ്റി, ഒരു ഐക്യം അവരിൽ ഉണ്ടായി. ആ ഒരു കാര്യം എൻകറേജ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹോംലാൻഡുമായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ വരെ അവർക്കുണ്ടായി. അതായത് അവരുടെ കോളനൈസ്ഡ് ആ ഒരു പ്ലേസ് ഓഫ് ബർത്ത്, അതുമായിട്ടൊരു ഹോംലാൻഡ് എന്നുള്ള ഒരു കണക്ഷനും അവരിലുണ്ടായി. ഈ ആളുകൾ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ക്രിയോൾ ഓഫീസേഴ്സ് ആണ്, കോളനിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലാൻഡിനെ കുറിച്ച് നല്ലൊരു നോളജ് അവർക്ക് ഉണ്ടായിരുന്നു. എഡ്യൂക്കേറ്റഡ് എലീറ്റ് ആയിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് അനുഭവപ്പെട്ട അല്ലെങ്കിൽ അവർ ആർജിച്ച ആ ഒരു നാഷണൽ ഐഡന്റിറ്റി, ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ആ ഒരു സോളിഡാരിറ്റി, ആ ഒരു ഐക്യം അവർ പ്രിന്റ് മീഡിയയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അവർ ആ ഒരു ആശയത്തെ സ്പ്രെഡ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു നാഷണൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടും ആ ഒരു യൂണിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചറൽ ബേസിസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആൻഡേഴ്സന്റെ കാഴ്ചപ്പാടിൽ ഇമ്പീരിയൽ മെട്രോപോൾ, അതായത് കൊളോണിയൽ പവർ ആ ഒരു രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയല്ല ആദ്യമായിട്ട് ഈ ഒരു നാഷൻ എന്നൊരു ആശയം ഉത്ഭവിക്കുന്നത്. മറിച്ച് കോളനിയിലുള്ള ജനങ്ങളാണ് ആദ്യമായിട്ട് ഡിസ്റ്റിങ്റ്റീവ് നാഷണാലിറ്റീസിനെ കോൺസെപ്റ്റലൈസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുകയും 18th 19th സെഞ്ചുറിയിലെ യൂറോപ്യൻ തോട്ടിനെയും റാഡിക്കൽ പൊളിറ്റിക്സിനെയും ഒക്കെ ഇത് ഇൻഫോം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആശയം അവരെയും സ്വാധീനിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ലോകത്തുള്ള മറ്റ് ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സിനും ആ ഒരു കാര്യം പ്രചോദനമാവുകയാണ്. ഇങ്ങനെ യൂറോപ്യൻ നാഷണലിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ബെനഡിക്ട് ആൻഡേഴ്സൺ പ്രത്യേകിച്ചും നോൺ യൂറോപ്യൻ നാഷണലിസത്തെ അനലൈസ് ചെയ്യുന്നത്. നാഷണലിസം എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു, എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ആൻഡേഴ്സന്റെ ഡെമോൺസ്ട്രേഷൻ യഥാർത്ഥത്തിൽ വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു. അതായത് റേസ്, റിലീജിയൻ, ലാംഗ്വേജ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊണ്ട് മാത്രമല്ല നാഷൻ എന്നുള്ളൊരു ആശയം ഉണ്ടാവുന്നത്. ഇങ്ങനെ മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. നാഷൻസ് വർ ഇമാജിൻഡ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഇത്തരത്തിലുള്ള ഒരു ഇമാജിനേഷനെ അസിസ്റ്റ് ചെയ്ത പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ച പ്രിന്റ് ക്യാപിറ്റലിസം. പക്ഷേ മറ്റു പല സ്കോളേഴ്സ് ഈ ഒരു ആൻഡേഴ്സന്റെ ഈ ഒരു നാഷണലിസത്തിന്റെ മോഡുലാർ ഫോംസിനെ വളരെ മിസ്ലീഡിംഗ് ആയ, പ്രോബ്ലമാറ്റിക് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആൾട്ടറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പുതിയ കൾച്ചറൽ സെറ്റിംഗ്സിലേക്ക് ഈ ഒരു മോഡുലാർ ഫോംസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്ന ആൻഡേഴ്സന്റെ ആർഗ്യുമെന്റിനെ ക്രെയ്ഗ് കാൽഹോൺ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡേഴ്സൺ മുന്നോട്ട് വെച്ച ഈ ഒരു 3 ഫോംസ് ഉണ്ടല്ലോ, വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലും ഒക്കെ ഉള്ള ആ ഒരു നാഷണലിസത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അത് പിന്നീട് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള നാഷണലിസ്റ്റ് എലീറ്റ്സിന് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന മോഡുലാർ ഫോംസ് ആണ് എന്നുള്ള ഈ ഒരു ആർഗ്യുമെന്റിനെ പാർത്ഥ ചാറ്റർജിയും റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ചാറ്റർജിയുടെ വീക്ഷണത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആൻഡേഴ്സന്റെ ഈ ഒരു മോഡുലാർ ഫോംസ് ഓഫ് നാഷണലിസം എന്നുള്ള ഒരു ആശയത്തെ എതിർക്കാൻ അവരുപയോഗിക്കുന്നത് നാഷൻ ആസ് ആൻ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന ആൻഡേഴ്സന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ചാറ്റർജി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇങ്ങനെ കുറച്ച് മോഡുലർ ഫോംസ് ഓൾറെഡി അവൈലബിൾ ആണ്, അതിൽ നിന്ന് ലോകത്തുള്ള മറ്റുള്ള ഭാഗത്തുള്ള ആളുകൾ ആ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസിനെ ഈ ഒരു ഫോംസിൽ നിന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് ഇമാജിൻ ചെയ്യാനുള്ളത്? കാരണം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫോമിനെ അഡോപ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ചാറ്റർജി പറയുന്നു, മോഡേൺ വെസ്റ്റ് മുന്നോട്ട് വെച്ച
നാഷണൽ സൊസൈറ്റിയുടെ മോഡുലാർ ഫോം പ്രകാരമല്ല ആന്റി കൊളോണിയൽ നാഷണലിസം അവരുടെ ഐഡന്റിറ്റി ബേസ് ചെയ്യുന്നത്. ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന വളരെ പവർഫുള്ളായ ക്രിയേറ്റീവായ നാഷണലിസ്റ്റ് ഇമാജിനേഷൻ അത് ഈ ഒരു മോഡുലാർ ഫോംസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. അവരിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ചാറ്റർജിയുടെ ഒരു വർക്കിന്റെ പേരാണ് നാഷണലിസ്റ്റ് തോട്ട് ആൻഡ് ദി കൊളോണിയൽ വേൾഡ്, എ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ്. ലേറ്റ് കൊളോണിയൽ വേൾഡിൽ എങ്ങനെയാണ് നാഷണലിസം അപ്പിയർ ചെയ്യുന്നത് എന്നത് ചാറ്റർജി ഈ ഒരു ഗ്രന്ഥത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പീരിയൽ ഡോമിനേഷന്റെയും കൊളോണിയൽ ഒപ്രഷന്റെയും ഒക്കെ ഒരു പര്യവസാനമായിട്ടായിരുന്നു നാഷണലിസം എമേർജ് ചെയ്തത്. പക്ഷെ ഈ ഒരു നാഷണലിസ്റ്റ് ഡിസ്കോഴ്സിനെ കൊളോണിയൽ പവേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അവരെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കൊളോണിയൽ പവേഴ്സിന്റെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കൊളോണീസിന്റെ മേലെ കൺട്രോൾ ചെലുത്താനൊക്കെ കൊളോണിയൽ പവേഴ്സ് ശ്രമിക്കുന്നു. ഈ കാര്യം ചാറ്റർജി അവിടെ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള നാഷണലിസ്റ്റ് മൂവ്മെന്റ്സിന് അവരുടെ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഒരു ജെന്യുവിൻ ഓട്ടോണമി ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം അവരെ നയിച്ചിരുന്ന പൊളിറ്റീഷ്യൻസ്, ഇന്റലക്ച്വൽസ്, ബ്യൂറോക്രാറ്റ്സ്, ക്യാപിറ്റലിസ്റ്റ് ഇവരൊക്കെ, അല്ലെങ്കിൽ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തത് പ്രധാനമായിട്ടും അവരുടെ പേഴ്സണൽ ഗെയിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു താല്പര്യപ്രകാരം കൊളോണിയൽ പവേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കൊളാബറേഷനിസ്റ്റ് അപ്രോച്ച് കാരണം ചാറ്റർജി പറയുന്നു, ഇൻഡിപെൻഡന്റ് ഡെവലപ്മെന്റ് പെർസ്യൂ ചെയ്യാൻ കമ്മ്യൂണിറ്റീസിന് സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ ചാറ്റർജി പറയുന്ന കാര്യം ഇതാണ്: ലേറ്റ് കൊളോണിയൽ വേൾഡിലുള്ള നാഷണലിസ്റ്റിക് മൂവ്മെന്റ്സിന് കൊളോണിയൽ പവേഴ്സിന്റെ ആ ഒരു കൺട്രോള്, ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചിരുന്നില്ല. മറിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ചില വ്യക്തികൾ അവരുടെ ഇൻട്രസ്റ്റിനായിരുന്നു പ്രിയോറിറ്റി നൽകിയിരുന്നത്. അതല്ലാതെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കളക്റ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട ചോദ്യമാണിത്: ഹൗ ഡിഡ് ദി ജർമ്മൻ നേഷൻ ഡിഫർ ഫ്രം ദ ഫ്രഞ്ച് നേഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മെമ്പർഷിപ്പ്? എങ്ങനെയാണ് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് നേഷനിൽ നിന്ന് ജർമ്മൻ നേഷൻ വ്യത്യസ്തമാവുന്നത്? ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ജർമ്മൻ നേഷൻസ് മെമ്പർഷിപ്പ് വാസ് പ്രൈമറിലി ഡിറ്റർമൈൻഡ് ബൈ നാച്ചുറൽ ടൈസ്. നാച്ചുറൽ ടൈസിന്റെ അടിസ്ഥാനത്തിലാണ് മെമ്പർഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു വംശപരമ്പരയെ അടിസ്ഥാനപ്പെടുത്തി, ആ ഒരു ബ്ലഡ് റിലേഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നാച്ചുറൽ ആയിട്ട് മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഫ്രഞ്ച് നേഷന്റെ ഒന്നും പോലെ അക്വയർ ചെയ്യാൻ കഴിയില്ല. ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രേസ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ ബെനഡിക്ട് ആൻഡേഴ്സൺ ഫോർ ഇന്ത്യൻ നാഷണലിസം? ഇവിടെ കൊടുത്ത ഓപ്ഷൻസിൽ ഏത് ഫ്രേസ് ആണ് ഇന്ത്യൻ നാഷണലിസത്തെ വിശേഷിപ്പിക്കാൻ ആൻഡേഴ്സൺ ഉപയോഗിച്ചത്? ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതോടുകൂടി യൂണിറ്റ് 4-ലെ നാഷണലിസം എന്ന ടോപ്പിക് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു.